അയ്യ വണക്കം. നമ്മുടെ കേരളം പല തരത്തിലുള്ള ദുരന്തങ്ങളെ നേരിട്ടിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴും നമ്മുടെ കേരളം അല്ലെങ്കിൽ കേരള ജനത ഒരുമിച്ച് നിന്ന് അതിജീവിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ നമ്മുടെ കേരളം ഇപ്പോൾ നേരിടുന്ന ഒരു സാമൂഹിക ദുരന്തമാണ് മൈത്രേയൻ സാർ എന്ന് പറയുന്നത്. യവൻ്റെ മീശ കൊണ്ട് പറക്കുവള്ളി ഇടാൻ മാത്രമേ കൊള്ളാവൂ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ അത് സത്യമാണ് എന്ന് തോന്നിപ്പോകും. ഞാൻ മൈത്രേയൻ്റെ ചില വീഡിയോസൊക്കെ കാണാറുണ്ട്. മൈത്രേയൻ്റെ പല നിലപാടുകളിൽ ചില നിലപാടുകളോട് എനിക്ക് യോജിപ്പുമുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. യോജിപ്പുള്ള ചില നിലപാടുകളിൽ ഒരു നിലപാടാണ് പ്രണയത്തെക്കുറിച്ചുള്ള മൈത്രേയൻ്റെ ഒരു ടോക്ക്. ആ ടോക്കിൽ ഒരു വരി അത് വളരെ കറക്റ്റാണ് എന്ന് എൻ്റെ ലോജിക്ക് വെച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വരി എന്ന് പറയുന്നത്, പ്രണയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകളുടെ ഉത്സവമാണ് എന്നാണ് മൈത്രേയൻ സാർ പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മളൊരു പ്രണയത്തിലേക്ക് പ്രവേശിക്കുന്നു, എന്നിട്ട് നമ്മൾ ഗംഭീരമായിട്ട് പ്രണയിക്കുന്നു. പ്രണയത്തിൽ നമ്മൾ ആ വ്യക്തിയെ വിലയിരുത്തുക കൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വ്യക്തിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഇയാൾ നമ്മളുമായിട്ട് ഇഴകിച്ചേർന്ന് പോകുമോ, അല്ലെങ്കിൽ നമുക്ക് അയാളുമായിട്ട് ഇഴകിച്ചേർന്ന് പോകാനായിട്ട് സാധിക്കുമോ. സാധിച്ചില്ലെങ്കിൽ കാറി കൂവി അവിടെ നിലവിളിച്ച് തുപ്പി നാറ്റിച്ച് അവിടെ കടന്ന് മണ്ണി കടന്ന് ഉരുണ്ട് എന്നെ വിട്ട് പോവല്ലേ എന്നൊന്നും പറയാതെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇട്ട് രണ്ടുപേരും പിരിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പിന്തുടരേണ്ട പാത എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ പ്രണയം പൊളിയുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത്, പുരുഷന്മാരാണെങ്കിൽ ചെയ്യുന്നത്, നേരെ പോകും, സ്നേഹം നടിച്ച് വിളിച്ചിറക്കും, എന്നിട്ട് ഒരു കത്തിയെടുത്ത് പള്ളക്കി കയറ്റും. രണ്ടാമത്തൊരു ട്രെൻഡ് ഇടയ്ക്ക് വെച്ച് കണ്ടുവന്നിരുന്നത് മുഖത്ത് ആസിഡ് ഒഴിക്കുക, പിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. സ്ത്രീകളാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഇപ്പോൾ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഐ ഹാവ് സ്ക്രീൻഷോട്ട്സ്, ഈ സ്ക്രീൻഷോട്ടുകൾ ഞാൻ പുറത്തുവിടും എന്ന് പറഞ്ഞ് വലിയ ഷോ കാണിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പോലും ലൈംഗികപരമായിട്ടുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. അതിനെ നമ്മൾ സെക്സ്റ്റിംഗ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പിള്ളേരുടെ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്ത് വിട്ടിട്ട് നിന്നെ ഞാൻ നാറ്റിച്ച് കളയും എന്നൊക്കെ പറയുന്ന സെറ്റപ്പ് അവരും അനുവർത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർ ഈ കൊല്ലും കൊലയിലോട്ടൊന്നും പോവില്ല. അങ്ങനെ പോയി കണ്ടത് നമ്മുടെ കഷായം ഗിരീഷ്മ മാത്രമാണ്. അതൊരു യമണ്ടം കൊലപാതകമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോകാതെ എന്ത് ചെയ്യുക, മാന്യമായിട്ട് പിരിയുക എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ പിരിയുമ്പോൾ, പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങൾ പിരിയുമ്പോൾ മാന്യമായ രീതിയിൽ എന്തുകൊണ്ടാണ് ഒരാൾക്കാരും പിരിയാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാ അടിയും പിടിയും ആക്രമണത്തിലാണ് അവസാനിക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ, വളരെ മെച്യൂറായിട്ടുള്ള ആൾക്കാർ മാത്രമേ മാന്യമായിട്ട് പ്രണയം പിരിയാറുള്ളൂ. എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ മാന്യമായിട്ട് പിരിഞ്ഞു പോകാറുള്ളൂ. അപ്പോൾ ഈ മെച്യൂറായിട്ട് എന്തുകൊണ്ടാണ് പ്രണയം പിരിയാത്തത് എന്നുള്ളൊരു ചോദ്യത്തിന്, ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കണ്ണ്, കൈ, മൂക്ക്, നാക്ക് ഇതൊന്നുമല്ല. ഹ്യൂമൻ ബീയിങ് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്, ഹീ ഈസ് ആൻ ഇമോഷണൽ ബീയിങ് ഓർ ഷീ ഈസ് ആൻ ഇമോഷണൽ ബീയിങ്. അതായത് ഞാനൊരു വികാര ജീവിയാണ് എന്ന് നമ്മുടെ ഉമ്മർ പറയുന്നത് പോലെ ഈ പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ വികാരം എന്ത് ചെയ്യും, വിവേകത്തിനെ അങ്ങ് ഓവർടേക്ക് ചെയ്യും. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ വിവേകം അങ്ങ് താഴോട്ട് പോകും. പിന്നെ വികാര തള്ളിച്ചയാണ് മൊത്തം നടക്കുന്നത്. എങ്ങനെയെങ്കിലും കെട്ടണം, കെട്ടിയില്ലെങ്കിൽ കൊല്ലണം, ഇത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, നാകില്ല, പല്ലില്ല എന്ന് പറയുന്നത് വളരെയധികം ക്ലിയറാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഹോർമോൺസ് നമ്മുടെ ഹൈജാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അത് പറയും. ഓഷോ ഇതിനെപ്പറ്റി വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ഹോർമോണുകൾ ചിരിക്കുകയായിരിക്കും, മണ്ടൻ എന്നായിരിക്കും വിചാരിക്കുന്നത് എന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം അർത്ഥതലങ്ങളുള്ള ഒരു സെറ്റപ്പാണത്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ മൈത്രേയൻ സാറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അമേരിക്ക ഒന്നാമത്തെ രാജ്യമായിട്ടാണ് വെക്കുന്നത്. പക്ഷെ അവിടുത്തെ ഏത് സ്റ്റേറ്റിൽ പോയാലും അവിടെ വീടില്ലാത്ത ആൾക്കാർ കിടപ്പുണ്ട്. ആ വീടില്ലാത്ത ആൾക്കാർ കേരളത്തിൽ കിടക്കുന്നില്ല. ഇത്തരം നമ്മൾ അറിയേണ്ടത്. അമേരിക്കക്കാളും മെച്ചപ്പെട്ട സ്ഥലമാണ് കേരളം. വീട് അവസാനത്തെ ആളിനും വീട് വെച്ചോണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇതാണ് നമ്മുടെ മൈത്രേയൻ സാറിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ സാറ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരു ഭിക്ഷക്കാരൻ പോലും വീടില്ലാതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് സാറ് പറയുന്നത്. പക്ഷേ അമേരിക്കയിൽ ഭിക്ഷക്കാരന്മാർ വീടില്ലാതെ ഇരിക്കുന്നുണ്ട്, കടത്തെണ്ണയിൽ കിടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു വിരോധാഭാസമാണ്. അതായത് കേരളവും അമേരിക്കയും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കമ്പയർ ചെയ്യുക, അത് പിന്നെ വയറ്റിപ്പഴപ്പാണെന്ന് പറയാം. ഇനി അടുത്ത തവണയെങ്കിലും ഭരണം പിടിക്കണം. അതുകൊണ്ട് കമ്മികൾക്ക് 30 സെക്കൻഡ് വെട്ടി സ്റ്റാറ്റസ് ഇടാനായിട്ട്
കുട്ടി, അതായത് അമേരിക്കയിൽ നിന്ന് എത്തിയ കുട്ടി ന്യൂയോർക്കിലെ റോഡിനെക്കാട്ടിലും നമ്മുടെ റോഡ് കണ്ടാണ് ഞെട്ടിയത് എന്ന് പിണറായി വിജയന് പറയാം. അപ്പുറത്ത് ആരോ കമൻ്റ് ഇടുന്നത് കണ്ട്, അതായത് കുട്ടി ഇവിടെ എത്തിയിട്ട് റോഡിൻ്റെ കുടി കണ്ട് ചന്ദ്രനിലെത്തി എന്ന് പറഞ്ഞ് ഞെട്ടിയതായിരിക്കും എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിന്നെ പൊളിറ്റിക്സ് എന്ന് പറയാം. പക്ഷേ അത് അവരുടെ വയറ്റിപ്പഴപ്പ്. പക്ഷേ സാറിന് ഇത് എന്തിൻ്റെ കേടാണ്, സാറിനെ കുരു കൊണ്ടുപോകും എന്നൊക്കെയാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം 33 കോടി ജനങ്ങൾ എന്തുകൊണ്ട് അമേരിക്കയിൽ, കേരളത്തിൽ വെറും 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. 33 കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ വെറും 6 ലക്ഷം ആൾക്കാരാണ് വീടില്ലാതെ ഭിക്ഷക്കാരായി റോഡിൽ കിടക്കുന്നത്. ഇൻഫാക്റ്റ് ഭിക്ഷക്കാരെന്ന് പറയുന്ന വാക്കുപോലും തെറ്റാണ്. ഹോംലെസ് പീപ്പിൾ, അതാണ് അമേരിക്കക്കാർ ഇവന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഫ്രീക്ക് പേരെന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഹോംലെസ് പീപ്പിൾ. ഇനി അമേരിക്കയിൽ എങ്ങനെയാണ് ഒരാൾ ഹോംലെസ് ആകുന്നത്? ഞാനിത് കേട്ടപ്പോൾ ഞാനിത് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു നോക്കി. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ സാധിച്ചത് അമേരിക്കയിൽ എങ്ങനെയാണ് ഒരാൾ ഹോംലെസ് ആകുന്നത്. അമേരിക്കയിൽ ഒരാൾ ഹോംലെസ് ആകുന്നത് മാനസിക രോഗത്തിന് അടിപ്പെട്ടായിരിക്കാം. ഡിപ്രഷൻ, സ്കിറ്റ്സോഫ്രീനിയ, പിന്നെ PTSD പോലെയുള്ള പല പല ഘട്ടങ്ങളിലൂടെ അയാൾക്ക് കടന്നു പോകേണ്ടി വന്നിരിക്കാം. ഇതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗവും അതിനുള്ള അടിമത്തം അഥവാ അഡിക്ഷനുമാണ്. മയക്കുമരുന്ന് ഉപയോഗവും അടിമത്തവും, ഹെറോയിൻ, കൊക്കൈൻ, മെത്ത്, അങ്ങനെയുള്ള പല പല മയക്കുമരുന്നുകളും സുലഭമായി ഉപയോഗിച്ച് അതിനടിമപ്പെട്ടാണ് യവന്മാരൊക്കെ തെരുവിലിറങ്ങി കിടക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് വാടക ഭീകരമായിട്ട് ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ വാടകയ്ക്ക് ഒരു ഒറ്റമുറി കിട്ടണമെങ്കിൽ പോലും 1.5 മുതൽ 3 ലക്ഷം വരെ ഇന്ത്യൻ മണി ചിലവാക്കണം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വാടകയ്ക്ക് വീടെടുത്ത് കിടക്കാൻ നിവർത്തിയില്ല. ഓക്കെ, അതവിടെ നിന്നോട്ടെ. ഇതിലോട്ടൊക്കെ ഞാൻ വരാം, വിശദമായിട്ട് ഇതിലോട്ടൊക്കെ വരണം. പിന്നെ പോരാത്തതിന് കുടുംബ ബന്ധം അതില്ല. അതായത് കുടുംബ ബന്ധത്തിൻ്റെ തകർച്ച. ഇതാണ് ഇത്രയും 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഒരാൾ ഹോംലെസ് ആയി മാറാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇത് പരിശോധിക്കുകയാണെങ്കിൽ മൈത്രേയൻ സാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബം എന്നൊക്കെ പറയുന്നത് വെറും പട്ടിത്തീട്ടമാണ് എന്നൊക്കെയാണ് മൈത്രേയൻ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുടുംബ ബന്ധങ്ങളെ എങ്ങനെയൊക്കെ തകർത്തടുക്കി പൊളിച്ചെടുക്കാമെന്നാണ് മൈത്രേയൻ സാറ് നിരന്തരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലടോ എന്നൊക്കെ പറഞ്ഞ് ഇയാളിൽ നിന്ന് വാ വളർന്ന് അവിടെ ഇരുന്ന് വാദിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അമേരിക്കയിൽ ഒരു ഹോംലെസ് ആവുന്നതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് അവിടെ കുടുംബം എന്ന് പറഞ്ഞൊരു സങ്കല്പം ശക്തമല്ലാത്തത് കൊണ്ടാണ്. കേരളത്തിൽ ഒരാൾ ഹോംലെസ് ആയി തെരുവിൽ കിടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ കുടുംബ സങ്കല്പം എന്തായതുകൊണ്ടാണ്, ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതായത് അമേരിക്കയിൽ ഇപ്പോൾ ഒരു ടൈം മയക്കുമരുന്നൊക്കെ അടിച്ച് അതിഭീകരമായിട്ട് നാട്ടുകാരെയും തെറി വിളിച്ച് ഇറങ്ങി നടക്കുകയാണ്. അവൻ്റെ കുടുംബം അവനെ അങ്ങ് ഉപേക്ഷിക്കും. പക്ഷേ കേരളത്തിൽ അത് നടക്കില്ല. കേരളത്തിൽ അതെൻ്റെ മോനാണ്, അല്ലെങ്കിൽ അതെൻ്റെ മോളാണ്, ഇവളെ എനിക്ക് നേരെയാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇവനെ എനിക്ക് നേരെയാക്കിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ മുണ്ടൂരി തലയെ കെട്ടി അവനെ കൊണ്ടുപോയി നെല്ലിക്ക തളം വയ്ക്കും അവൻ്റെ തലയിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഈ കുടുംബം എന്ന് പറയുന്നത് ശക്തമല്ല, ബേസിക്കാണിത്. ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്താണ്, തെരുവിലോട്ട് അവന്മാർ ഇറക്കി വിടും. എങ്ങനെയേ പോയിത്തോല എന്ന് പറഞ്ഞ് തെരുവിലോട്ട് ഒരു 10-15 വയസ്സാകുമ്പോൾ തന്നെ മക്കളെയൊക്കെ സ്വന്തമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് അങ്ങ് തെരുവിലോട്ടൊക്കെ ഇറക്കി വിടും. അതൊരു നല്ല കോൺസെപ്റ്റ് ആണെങ്കിൽ ഇവനൊക്കെ മയക്കുമരുന്ന് അടിച്ച് അവിടെ ഇവിടെയൊക്കെ തിരിയുമ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ വീട്ടുകാർ വീട്ടിൽ പിടിച്ച് കയറ്റി പൊക്കിൾ നോക്കി 4 കുത്തടിച്ച് കൊടുത്തെങ്കിലും റെഡിയാക്കും. പക്ഷേ അമേരിക്കയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം ശക്തമല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ തെരുവിലേക്ക് എറിയപ്പെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പുകഞ്ഞ കൊള്ളി പുറത്ത്, ഇത് അമേരിക്കയുടെ ഒരു കൾച്ചറിൻ്റെ കൂടെ ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വാടക ഭീകരമായിട്ട് ഉയർന്നത് എന്ന് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞില്ല. അതായത് വാടക ഭീകരമായിട്ട് ഉയർന്നത് കൊണ്ട് ഇവർ എന്താണ്, തെരുവിൽ തന്നെ കിടക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സർക്കാർ ഇവർക്ക് ഷെൽട്ടറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, യവന്മാർ പോവില്ല. സർക്കാർ പറയട്ടെ ഇങ്ങോട്ട് വാടേ, നിനക്കൊക്കെ ഇവിടെ ഷെൽട്ടറുണ്ട്, ഫ്രീ ഫുഡുണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാം ഞങ്ങൾ തരാം, ദയവേത് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ഇവരെന്താണ്, പോകത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ വരില്ല, ഞങ്ങൾ അതിഥി തൊഴിലാളികളെ പോലെയാണ്, അതായത് ഇന്ത്യയിലെ അതിഥി തൊഴിലാളികളെ പോലെയാണ്, ഞങ്ങൾക്ക് അരിയും പൊരിയും ശർക്കരയും ഉണ്ടെന്ന് തന്നാലൊന്നും പറ്റില്ല, നല്ല പാലും മുട്ടയും തന്നെ വേണം എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലെ 1.5 മുതൽ 3 ലക്ഷം വരെയുള്ള വീടുകൾ, അതുപോലത്തെ വീടുകൾ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യൂ, എങ്കിൽ മാത്രമേ ഞങ്ങൾ താമസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവന്മാർ വാശി പിടിക്കുന്നത്. ഇപ്പോൾ ട്രംപ് വന്നപ്പം ട്രംപ് അവന്മാരെ വിളിച്ചപ്പോൾ അവന്മാർ പോയില്ല. കുറേ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ ട്രംപ് വിളിച്ചിട്ട് പറഞ്ഞു പുനരധിവസിപ്പിക്കാം, വാ ദയവേത് വാ എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ യവന്മാർ പറയുകയാണ് വരാൻ പറ്റൂലെന്ന്. അപ്പോൾ ട്രംപ് പറഞ്ഞ് വന്നില്ലെങ്കിൽ നിന്നെയൊക്കെ പിടിച്ച് ജയിലിലിടും, അയ്യോ വന്നോളാം എന്ന് പറഞ്ഞ് യവന്മാർ പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടുണ്ട്, കാണണോ എന്നാ, ഇല്ലെങ്കിൽ ഞാൻ ഗുണ്ടടിക്കുകയാണെന്ന് പറയും. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടുണ്ട്, നീയൊക്കെ വന്നില്ലെങ്കിൽ നിന്നെ കുത്തി പൊളകുമെന്ന് ട്രംപ് പറയുന്ന റിപ്പോർട്ടാണിത്. ഇനി അടുത്തതായിട്ട് അവിടെ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ആൻഡ്
അർബൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ യുവമാർക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ യുവമാരെ പരിചരിക്കാനായിട്ട് അവിടെ ഉണ്ട്. ഇനി അടുത്തതായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ യുവമാർക്ക് വേണ്ടി പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ അമേരിക്ക പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഫ്രീ ഷെൽട്ടർ, സൗജന്യ ഭക്ഷണം, മാസ അലവൻസ് തെരുവി കിടക്കണവന്മാർക്ക്, അതായത് റോഡിൽ ചുമ്മാ കിടക്കണവന്മാർക്ക് മാസ അലവൻസ്, പോരാത്തതിന് മെഡിക്കൽ സഹായം, ഡ്രഗ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, ഇതൊക്കെ അമേരിക്ക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യാനായിട്ട് അമേരിക്ക യവന്മാരെ വിളിക്കുമ്പോൾ യവന്മാർ പോകത്തില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, മയക്കുമരുന്ന് അടിമത്തമാണ് അമേരിക്കയിൽ ഈ ഹോംലെസ് പീപ്പിളിനെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇതും അതായത് നേരത്തെ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മൈത്രേയ് സാർ കുടുംബമേ വേണ്ട എന്ന് പറഞ്ഞ് കേരളത്തിന് ഒരു മറ്റൊരു അമേരിക്കയാക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മയക്കുമരുന്ന് അടിച്ച് ഡിപ്രസ്ഡ് ആവുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാർ ഈ തെരുവി കിടന്ന് കാണിക്കുന്ന ആക്രമണത്തിന് കയ്യും കണക്കുമില്ല. മൈത്രേയൻ സാർ ഇവിടെ പറയുന്നത് എന്താണ്? മയക്കുമരുന്ന് നിരോധിക്കരുത്, അതെന്ത് ചെയ്യണം, ലീഗലാക്കി ഇവിടെ അങ്ങ് വിതരണം ചെയ്യണം എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളടുത്ത് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭയങ്കര കോമഡിയാണ് ചില നിലപാടെന്നൊക്കെ കേട്ടാൽ. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നിരിക്കുമ്പോൾ ഞാൻ ഇതെടുത്ത് അങ്ങ് കേൾക്കും, പിന്നെ ചിരി നിർത്താൻ പറ്റില്ല നമ്മുടെ സ്രാങ്ക് പറയുന്നത് പോലെ. ഇയാൾ പറയുന്നത് നിരോധിതമായിട്ടുള്ള എന്തൊരു സാധനവും രഹസ്യ ലോകത്തെ സൃഷ്ടിക്കുമെന്നാണ് ഇയാൾ പറയുന്നത്. ശരി, മയക്കുമരുന്ന് നിരോധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ സർക്കാർ ഈ കള്ളുണ്ടല്ലോ, മദ്യം, അത് നിരോധിക്കുന്നില്ലല്ലോ. മദ്യം എന്ത് ചെയ്യുന്നു? മദ്യം കൃത്യമായിട്ട് ബിവറേജസ് വഴി വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മദ്യം ഈ വർഷം 600 കോടി ക്ലബ്ബിൽ കയറി, അടുത്ത വർഷം 800 കയറും, അടുത്ത വർഷം 1200 ക്ലബ്ബിൽ കയറും, 1200 കോടി ക്ലബ്ബിൽ കയറും. അതായത് ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ ഉപഭോഗം കൂടി പോണതല്ലാതെ ഇത് കുറയുന്നില്ലല്ലോ. ഇത് നിരോധിച്ച സാധനമല്ല, നിരോധിക്കാതെ തുറന്നു വെച്ച് വിൽക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് കുറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതുപോലെ നമ്മുടെ മെത്താഫിറ്റമിനും കൊക്കൈനും ഹെറൈനും ഒക്കെ തുറന്നു വെച്ച് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതടിച്ച് ഇപ്പോഴേ ലഹരി മൂത്ത് ഓരോരുത്തന്മാർ കാണിക്കുന്നതിന് കയ്യും കണക്കുമില്ല. എല്ലാ വാർത്തകളിലും നമ്മൾ അവസാന വരിയിൽ കാണാറുള്ളൊരു സെറ്റപ്പാണ് മദ്യലഹരിയിലായിരുന്നു പ്രതി എന്നുള്ളത്. ഇനിയിപ്പോൾ അതുമില്ല, ഈ ഹെറോയിനും മെത്തക്കയന്മാർക്ക് തുറന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഗതി എന്താകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊന്നും ഇയാൾക്ക് മറുപടിയില്ല എന്നുള്ളതാണ്. ഇയാൾക്ക് മറുപടിയില്ലെങ്കിൽ ഇയാൾ ഒന്നും ചെയ്യില്ല. ഇയാൾ ഞാൻ എന്ന് പറഞ്ഞ് കൊഞ്ഞണ കുത്തി കാണിച്ചിട്ട് അവിടെ എണീച്ച് പോകും. ഇത് മാത്രമാണ് ഇയാളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. വേറെ ഒന്നും ഈ പിണ്ണാക്കിനെ കൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വേറെ ഏതോ ചാനലിൽ നിന്ന് പറയുന്ന കേട്ട് എന്തോന്ന് പവിത്രത എന്ന് പറയുന്ന വാക്ക്, അങ്ങനെ ഒരു വാക്കില്ലടോ. പവിത്രത എന്ന് പറയുന്ന വാക്കൊക്കെ വെറും കാഷ്ടമാണ്. പവിത്രത എന്ന് പറയുന്ന വാക്കുണ്ടായത് കൊണ്ടാണ് എന്താണ് മറ്റേ വാക്ക്, അതായത് പവിത്രതയ്ക്ക് ഓപ്പോസിറ്റായി നിൽക്കുന്ന വാക്ക് മോശപ്പെട്ട വാക്കായി പോയത് എന്നാണ് ഇയാൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് പൂജാമുറി വീട്ടിനകത്തുള്ളത് കൊണ്ടാണ് കക്കൂസ് മോശമായി പോയത് എന്നാണ് ഇയാൾ പറയുന്നത്. രണ്ടും ഒരു വീട്ടിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിൽ സാറിനൊരു കാര്യം ചെയ്യാം, ക്ലോസറ്റിനകത്ത് കുറച്ച് ചോറിട്ട് തരാം, അവിടെ പോയി തിന്നോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല ഞാൻ ഇപ്പോൾ എന്തിന് പറയാൻ? അങ്ങനെയാണെങ്കിൽ ക്ലോസറ്റിനകത്ത് കുറച്ച് ചോറിട്ട് ഞാൻ കക്കൂസിൽ മെഴുകിയിട്ട് കുറച്ച് ചോറ് അവിടെ ഇട്ട് ഞാൻ കുറച്ച് സാമ്പാർ ഒഴിച്ചു തരാം, അവിടെ ഇരുന്ന് തിന്നോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ എന്തൊരു പറയാനാണ്? ഒരുമാതിരി കൊച്ചു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ ലോജിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് കൊച്ചു ബുദ്ധി ഉറക്കാത്ത പിള്ളേർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. മക്കളെ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ കൊഞ്ഞണം കുത്തിയിട്ട് ഇറങ്ങിപ്പോകും. പിന്നെ വളർന്ന് വരുമ്പോഴാണ് ബുദ്ധി വികസിച്ച് വരണം. ഇനിയിപ്പോൾ ഇതിലെന്തിന് വികസിക്കാനാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞ പോലെ ഇയാളെ മീശ എടുത്ത് പറകവള്ളി ഇടാൻ മാത്രമേ കൊള്ളാളൂ, ചിലപ്പോൾ അതിനും കൊള്ളൂല എന്ന് പറഞ്ഞ പോലെയാണ് കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് മൈത്രേയൻ സാർ പറഞ്ഞു വരുന്നത്. അപ്പോൾ കേരളത്തിൽ ബെഗേഴ്സ് ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണത്തിലൊന്ന്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, കേരളത്തിൽ ബെഗേഴ്സ് ആവാനായിട്ട്, അതായത് മാനസിക രോഗം വരുന്ന ആൾക്കാരെയൊന്നും നമ്മൾ ഇറക്കി വിടാറില്ല വെളിയിൽ, നമ്മളവരെ പരിചരിക്കാറാണ് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല, അവരെയൊക്കെ ഇറക്കി അങ്ങ് തെരുവിലോട്ട് വിടും. പോരാത്തതിന് അവിടെ ഈ ഡ്രഗ് അടിച്ച് കിടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്തായി മാറുന്നത്, ഹോംലെസ് പീപ്പിളായിട്ട് മാറുന്നത്. അവന്മാരെയൊക്കെ തിരിച്ച് വിളിച്ചാൽ പോലും അവന്മാർ വരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനൊരുപാട് കാരണങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം, മനസ്സിലാവണമെങ്കിൽ മനസ്സിലാവട്ടെ. ഹോംലെസ് ഇൻഡിവിജ്വൽസ് ഇൻ അമേരിക്ക ഓഫൻ റെഫ്യൂസ് ഗവൺമെൻറ് ഷെൽട്ടേഴ്സ് ഫോർ എ വെറൈറ്റി ഓഫ് കോംപ്ലക്സ് ആൻഡ് ഇൻ്റർകണക്റ്റഡ് റീസൺസ്. അതായത് അവരെ തിരിച്ച് വിളിക്കുമ്പോൾ അവരത് റെഫ്യൂസ് ചെയ്യും. ഇടയിൽ വീട്ടിലോട്ട് കയറട്ടെ എന്ന് പറയുമ്പോൾ അവർ പറയും വേണ്ട, കയറണ്ട എന്ന് പറയും. റീസൺസ് ഉണ്ട്. ഒന്ന്, സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. അതായത് ഈ ഷെൽട്ടറിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ കർശനമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. ഇവന് മയക്കുമരുന്ന് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉള്ള സ്ഥലത്ത് ഇവന് പോകാനായിട്ട് പറ്റില്ല. മെനി ഷെൽട്ടേഴ്സ് ഹാവ് റിജിഡ് റൂൾസ് ദാറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ഫോർ അൺഹൗസ്ഡ് ഇൻഡിവിജ്വൽസ് ടു ഫോളോ. ദീസ് ഓഫൺ ഇൻക്ലൂഡ് കർഫ്യൂസ്, മാൻഡേറ്ററി അറ്റൻഡൻസ് അറ്റ് റിലീജിയസ് സർവീസസ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പെറ്റ്സിനെ കയറ്റാൻ പറ്റില്ല, അതായത് മതപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യണം.
പോരാത്തതിന് കർഫ്യൂ ഉണ്ട്, നിനക്കൊന്നും വെളിയിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ട്രംപ് പറഞ്ഞത് ആടിയും തന്ന് തുണിയും പറിച്ചെടുത്ത് അകത്തിടും എന്ന് ട്രംപ് പറഞ്ഞു. ഇനി അടുത്തത് സേഫ്റ്റി കൺസേൺസ് ആണ്. ഇൻഡിവിജ്വൽസ് മേ ഫീൽ അൺസേഫ് ഇൻ ഷെൽട്ടേഴ്സ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ എക്സ്പോഷർ ടു വയലൻസ്, തെഫ്റ്റ് ഓർ ഹെൽത്ത് ഇഷ്യൂസ്. ഓവർ ക്രൗഡിംഗ് ക്യാൻ എക്സാസർബേറ്റ് ദീസ് കൺസേൺസ് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അതായത് അവിടെ സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ് പല ആൾക്കാരുടെയും കൺസേൺ എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് പ്രൈവസി, അതായത് ഞങ്ങൾക്കവിടെ പ്രൈവസി ഇല്ല. അതായത് തെരുവി കിടക്കുന്ന ഹോംലെസ് ആൾക്കാരായിട്ട് പോകുന്ന ആൾക്കാരെ അങ്ങോട്ടേക്ക് വിളിക്കുമ്പം എനിക്ക് പ്രൈവസി ഇല്ല, എനിക്ക് ഒരൊറ്റ മുറി, ഒരു സ്വിമ്മിംഗ് പൂള്, പൂന്തോട്ടം, പിന്നെ പാർക്ക്, ബീച്ചിൻ്റെ സൈഡിലായിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടക്കൂ. അപ്പോൾ അമേരിക്ക കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് വയ്യ, ഇനി ഇതുകൂടെ താങ്ങാനുള്ള ഉയരം എനിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ശരി.